നമസ്കാരം. വൃശ്ചിക മാസം ആരംഭിച്ചു കഴിഞ്ഞു. ഈ മണ്ഡലകാലം പൂർത്തിയാവുന്നതിന് മുൻപ് എല്ലാ തരത്തിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിട്ടുമാറാൻ ഭാഗ്യം സിദ്ധിച്ച 5 നക്ഷത്രക്കാരുണ്ട്. ഇവർക്ക് അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹം, അതായത് അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹം ഈ നക്ഷത്രക്കാരുടെ ജന്മരാശിയിൽ ഭാഗ്യമായി വന്നു ചേരുന്നത് കൊണ്ട് പല വിധത്തിലുള്ള മാറ്റങ്ങളും നിങ്ങൾക്കിനി അനുഭവത്തിൽ വന്നു ചേരും. ഇപ്പോൾ പലവിധ പ്രശ്നങ്ങളിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. അതായത് ഏറെ നാളായി ആഗ്രഹിച്ച് ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ കാര്യതടസ്സമായിരുന്നു ഈ നക്ഷത്രക്കാർക്ക് ഫലമായി വന്നു ചേർന്നിരിക്കുന്നത്. ആ ഒരു ബുദ്ധിമുട്ടാണ് നിങ്ങളിൽ നിന്നും മാറിപ്പോകാൻ പോകുന്നത്. അതായത് ഈ ഒരു മണ്ഡലകാലം പൂർത്തിയാവുന്നതിന് മുൻപ് അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹത്താൽ കാര്യതടസ്സം മാറിക്കിട്ടുകയും കാര്യവിജയവും കർമ്മവിജയവും ഇനി അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഫലമായി വന്നു ചേരുമെന്ന് തന്നെ പറയാം. കുടുംബത്തിൽ അനുഭവിച്ച അപ്രതീക്ഷിത പ്രതിസന്ധികളൊക്കെ മാറിക്കിട്ടും. സന്തോഷവും സമാധാനവും കുടുംബത്തിൽ അനുഭവപ്പെടും. ഏറെ നാളായി അനുഭവിച്ചിരുന്ന ശത്രുദോഷത്തിൽ നിന്നും മോചനമുണ്ടാകും. അതായത് ശത്രുവിന്മേൽ വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നർത്ഥം. ഇനി നിങ്ങളുടെ സമയം ആരംഭിക്കുകയാണ്. അതായത് ഭാഗ്യത്തിനു മേൽ ഭാഗ്യമാണ് ഈ 5 നക്ഷത്രക്കാരെ ഇനിയുള്ള ദിവസങ്ങളിൽ, അതായത് ഈ ഒരു മണ്ഡലകാലം പൂർത്തിയാകുന്നതിന് മുൻപ് കാത്തിരിക്കുന്നത്. മണ്ഡലകാലം അവസാനിക്കുന്നതിന് മുൻപ് പല നേട്ടങ്ങളും പല ഭാഗ്യങ്ങളും നിങ്ങൾ ഏറെ നാളായി ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. അതിനാൽ നിങ്ങൾ അയ്യപ്പസ്വാമി ക്ഷേത്ര ദർശനം നടത്താനും നിത്യവും അയ്യപ്പ നാമങ്ങൾ ജപിക്കാനും മറക്കരുത്. അപ്പോൾ ആ ഭാഗ്യ നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്നും അവർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളാണ് വന്നു ചേരാൻ പോകുന്നതെന്നും വിശദമായി തന്നെ പറഞ്ഞു തരാം. എല്ലാവരും നിങ്ങളുടെ പേരും നാളും ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. മഹാദേവനെ പ്രാർത്ഥിക്കുന്ന വേളയിൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ അത് ഏത് തരത്തിലുള്ളതാണെങ്കിലും അതൊക്കെ നിങ്ങളിൽ നിന്നും വിട്ടുമാറാനായി ഞാനും പ്രാർത്ഥിക്കാം. മഹാദേവൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരും. അപ്പോൾ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് കടക്കാം. ആദ്യത്തെ നക്ഷത്രം തൃക്കേട്ടയാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് മണ്ഡലകാലം ഏറെ ഗുണകരമായിട്ടുള്ളൊരു സമയം തന്നെയാണ്. ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും സാധ്യത കാണുന്നു. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ഇതെന്തുകൊണ്ടും അനുകൂലകരമായിട്ടുള്ളൊരു സമയമാണ്. അതായത് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ച് അനുകൂലമായിട്ടുള്ളൊരു തൊഴിൽ നിങ്ങളെ തേടിയെത്തുമെന്ന് തന്നെ പറയാം. അതുപോലെ സർക്കാർ നിയമനമൊക്കെ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷകരമാകുന്ന രീതിയിൽ പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള നിയമനമൊക്കെ ഉടൻ തന്നെ വന്നു ചേരും. വിദേശത്തു നിന്നും ഒരു തൊഴിലിനു വേണ്ടി ഏറെ നാളായി പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹവും നടക്കാൻ സമയമായിരിക്കുന്നു. കൂടാതെ ഇപ്പോൾ നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ശമ്പള വർധനവും അതുപോലെ സ്ഥാനക്കയറ്റവും ഒക്കെ വന്നു ചേരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹത്താൽ വലിയ രീതിയിലുള്ള സൗഭാഗ്യങ്ങളാണ് തൃക്കേട്ട നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്കും ഇത് അനുകൂല സമയമാണ്. മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കാനും ഉപരിപഠനത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോകാനും അനുകൂല സമയമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കും. ദാമ്പത്യ ജീവിതത്തിലും സന്തോഷകരമായ നിമിഷങ്ങൾ തൃക്കേട്ട നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടും ഭാഗ്യമാണ്. തൃക്കേട്ട നക്ഷത്രക്കാരും അയ്യപ്പ നാമങ്ങൾ ജപിക്കാനും കഴിയുന്ന സമയങ്ങളിൽ അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്താനും മറക്കരുത്. ഈ ഒരു മണ്ഡലകാലം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ പല നല്ല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. രണ്ടാമത്തെ നക്ഷത്രമെന്ന് പറയുന്നത് പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്രക്കാർക്ക് ഈ ഒരു മണ്ഡലകാലം വളരെയേറെ അനുകൂലകരമായിട്ടുള്ള സമയമാണ്. നിങ്ങളുടെ ജന്മരാശിയിൽ അയ്യപ്പ ഭഗവാൻ നിറഞ്ഞു നിൽക്കുകയാണ്. അതിനാൽ പൂരാടം നക്ഷത്രക്കാർക്ക് വളരെ വലിയ രീതിയിലുള്ള അയ്യപ്പൻ്റെ അനുഗ്രഹം ജീവിതത്തിൽ വന്നു ചേരുകയും ആ ഒരു അനുഗ്രഹം ലഭിക്കുന്നതോടുകൂടി ഇതുവരെ അനുഭവിച്ച എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഒരു മോചനം ലഭിക്കുകയും അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതായത് നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ഭക്തിയൊക്കെ ഇനി വീണ്ടും തിരിച്ചു വരാനും ആ ഭക്തിപരമായ രീതിയിൽ മുന്നോട്ട് പോകുന്നതോടുകൂടി ജീവിതത്തിൽ വളരെ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാനും സാധിക്കും. അയ്യപ്പ ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. തീർത്ഥാടന കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാനും പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്താനും പൂരാട നക്ഷത്രക്കാർക്ക് സാധിക്കും. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇത് അനുകൂലകരമായിട്ടുള്ളൊരു സമയമാണ്. ബിസിനസ് പുരോഗതി കൈവരിക്കാൻ പോകുന്ന സമയമെന്ന് തന്നെ പറയാം.
അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ ആ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മറികടക്കാനും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനും നിങ്ങൾക്ക് സാധിക്കും. നല്ല രീതിയിലുള്ളൊരു സാമ്പത്തികം, അതായത് അപ്രതീക്ഷിതകരമായിട്ടുള്ളൊരു സാമ്പത്തികം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാൻ ഈ ഒരു മണ്ഡലകാലത്തിനുള്ളിൽ സാധിക്കുമെന്ന കാര്യം തീർച്ചയാണ്. അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. നിങ്ങളും അയ്യപ്പസ്വാമി ക്ഷേത്ര ദർശനം നടത്താനും അയ്യപ്പ നാമങ്ങൾ ജപിക്കാനും മറക്കരുത്. മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രമാണ്. മണ്ഡലകാലം തിരുവോണം നക്ഷത്രക്കാർക്കും ഏറെ ഗുണകരമാണ്. നിങ്ങൾ ഏറെ നാളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു സമയത്തിനാണ് ഈ ഒരു മണ്ഡലകാലം വഴിതെളിക്കുന്നത്. അതായത് കുറേ കാലങ്ങളായി മനസ്സിലൊരാഗ്രഹമുണ്ട്, അതിനുവേണ്ടി പ്രയത്നിക്കുന്നു, അത് പക്ഷേ അങ്ങോട്ട് നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കാത്ത തരത്തിലുള്ള പ്രയാസങ്ങളും തടസ്സങ്ങളും അനുഭവപ്പെട്ടെങ്കിൽ അതൊക്കെ വിട്ടുമാറുകയും ആഗ്രഹിച്ച രീതിയിൽ സ്വപ്നം കണ്ട രീതിയിലുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനും സാധിക്കും. അതുപോലെ വീട് പണിയൊക്കെ പാതി വഴിയിൽ നിർത്തി പിന്നെ സാമ്പത്തിക പ്രശ്നങ്ങളോ മറ്റു പ്രശ്നങ്ങളാലും പുനരാരംഭിക്കാൻ പറ്റാതിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുകയും പാതി വഴിയിൽ നിർത്തേണ്ടി വന്ന വീട് പണി പുനരാരംഭിക്കാനും ഒരു ആഡംബരകരമായിട്ടുള്ളൊരു ജീവിതം ആ പുതിയ വീട്ടിൽ നിങ്ങൾക്ക് നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും സാധിക്കുന്നതാണ്. പല വഴിക്കുന്നും പണം നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരും. പ്രണയിക്കുന്നവർക്കും ഇത് അനുകൂല സമയമാണ്. നിങ്ങളുടെ പ്രണയബന്ധം ഇരു കുടുംബങ്ങളും അംഗീകരിക്കുകയും അതൊരു വിവാഹത്തിലേക്ക് എത്തിച്ചേരാനും യോഗം കാണുന്നു. എന്തുകൊണ്ടും ഭാഗ്യമാണ്. എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വിഷമമൊക്കെ ഇനി മാറും. നല്ല രീതിയിൽ ആരോഗ്യം വീണ്ടെടുക്കാനും മാറത്തില്ല എന്ന് കരുതിയ രോഗങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ സന്തോഷകരമായിട്ടുള്ളൊരു ആരോഗ്യം, അതുപോലെ മനസ്സ്, സമാധാനം, സന്തോഷം എന്നിവയൊക്കെ നേടിയെടുക്കാനും തിരുവോണം നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. ഇതുവരെ അനുഭവിച്ച എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളും അയ്യപ്പസ്വാമി ക്ഷേത്ര ദർശനം നടത്താനും എല്ലാ ദിവസവും അയ്യപ്പ നാമങ്ങൾ ജപിക്കാനും മറക്കരുത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ ഗുണം ചെയ്യും. അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള വിജയം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹത്താൽ ആഗ്രഹങ്ങളൊക്കെ സഫലമാകും. അയ്യപ്പൻ നിങ്ങളുടെ ജന്മരാശിയിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് നിങ്ങൾ വേണ്ട രീതിയിൽ പ്രയത്നിച്ചു കഴിഞ്ഞാൽ അതിന് പൂർണ്ണ ഫലം ലഭിക്കുമെന്ന് തന്നെ ഉറപ്പിച്ചു പറയാം. അടുത്തത് അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ മണ്ഡലകാലം വളരെയേറെ അനുകൂലകരമാണ്. നിങ്ങൾ നിലവിൽ എന്തെങ്കിലും സാമ്പത്തികപരമായിട്ടുള്ള നിക്ഷേപം നടത്തിയിട്ടുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായി അതിൽ നിന്നും ഇരട്ടി ലാഭം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്ന് തന്നെ ഉറപ്പിച്ചു പറയാം. അതായത് നിങ്ങളുടെ ജന്മരാശിയിൽ അയ്യപ്പ ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നതിനാൽ, അതായത് അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്നതിനാൽ ഈ ഒരു മണ്ഡലകാലം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച അവിട്ടം നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാം. ഏറെ നാളായി കടം കൊടുത്തിട്ട് ഇനി ഒരിക്കലും അത് തിരികെ ലഭിക്കില്ല, അല്ലെങ്കിൽ അതങ്ങ് എഴുതി തള്ളിയ ധനമാണെങ്കിൽ പോലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ആ പൈസ മുതലും പലിശയും അടക്കം നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരാനുള്ള ഭാഗ്യം കാണുന്നു. ഈ സമയം നിങ്ങളുടെ വരുമാനം ഇരട്ടിയാകും. മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ആസ്തി വർദ്ധിക്കും. ആത്മവിശ്വാസത്തോടു കൂടി ഏറ്റെടുക്കുന്ന കാര്യങ്ങളൊക്കെ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളും വേഗത്തിൽ തന്നെ നടന്നു കിട്ടും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം വന്നു ചേരും. ദമ്പതികൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ പിണക്കങ്ങളോ അല്ലെങ്കിൽ പരിഭവമോ നിസ്സാര കാര്യങ്ങൾ കാരണം അകന്നു നിൽക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉടൻ തന്നെ മാറി ദമ്പതികൾ തമ്മിൽ വീണ്ടും ഒന്നിക്കാനും സന്തോഷകരമായിട്ടുള്ള കുടുംബജീവിതം മക്കളും കുടുംബാംഗങ്ങളും ഒത്ത് നയിക്കാനും നിങ്ങൾക്ക് സാധിക്കും. എന്തുകൊണ്ടും ജീവിതം രക്ഷപ്പെടുന്ന സമയമാണ്. പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറം നേട്ടങ്ങളാണ് അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹത്താൽ അവിട്ട നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. ഇത് ജീവിതം രക്ഷപ്പെടുന്ന സമയം, അതിൽ യാതൊരു സംശയവും വേണ്ട. നിങ്ങളും അയ്യപ്പസ്വാമി ക്ഷേത്ര ദർശനം നടത്താനും കഴിയുന്ന സമയങ്ങളിലൊക്കെ അയ്യപ്പ നാമങ്ങൾ ജപിക്കാനും സ്വാമിയെ ശരണം അയ്യപ്പ എന്നെങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ ജപിക്കാനും മറക്കരുത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ ഗുണകരമായ നേട്ടങ്ങൾ സൃഷ്ടിക്കും. അഞ്ചാമത്തെ നക്ഷത്രമെന്ന് പറയുന്നത് പൂരുരുട്ടാതി നക്ഷത്രമാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്കും ഈ ഒരു മണ്ഡലകാലം വളരെയേറെ പ്രയോജനകരമാക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. കാരണം നിങ്ങളുടെ ജന്മരാശിയിൽ അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്നതിനാൽ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ വിജയം ഉറപ്പാണ്. കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കാൻ സാധിക്കും. ആ പരിശ്രമങ്ങളൊന്നും പാഴായി പോകില്ല എന്ന് തന്നെ പറയാം. നിങ്ങൾ ഏത് കാര്യത്തിൽ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നോ ആ കാര്യങ്ങളിലൊക്കെ വിജയം കൈവരിക്കാനും അഭിമാന നേട്ടങ്ങൾ സ്വന്തമാക്കാനും സാധിക്കും. ഇനിയുള്ള ദിവസങ്ങളിൽ കുടുംബാംഗങ്ങളുടെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും. അതുപോലെ തന്നെ ജീവിത പങ്കാളിയുടെ പിന്തുണയും ഉണ്ടാകും. ഈ ഒരു പിന്തുണയൊക്കെ മുന്നോട്ടുള്ള നിങ്ങളുടെ പ്രയാണത്തിന് പ്രചോദനമാവുകയും
ഇവരുടെ പിന്തുണയോടുകൂടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ വിജയം കൈവരിക്കാനും സാധിക്കും. എന്തുകൊണ്ടും ഭാഗ്യം നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. പുതിയ വീട്, പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങാനുള്ള സമയവും കാണുന്നു. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഇരട്ടി നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്നർത്ഥം. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ സ്വന്തമാക്കാൻ സാധിക്കും. വസ്തു വാങ്ങാനുമുള്ള യോഗം കാണുന്നു. എന്തുകൊണ്ടും ഭാഗ്യം നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. വേണ്ട രീതിയിൽ പരിശ്രമിച്ചു കഴിഞ്ഞാൽ സ്വപ്ന തുല്യമായ നേട്ടങ്ങൾ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഈ സമയം അയ്യപ്പസ്വാമി ക്ഷേത്ര ദർശനം നടത്താനും, അതായത് കഴിയുമ്പോഴൊക്കെ ക്ഷേത്ര ദർശനം നടത്താനും അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാനും, പറ്റുന്ന സമയങ്ങളിലൊക്കെ അയ്യപ്പ നാമങ്ങൾ ജപിക്കാനും മറക്കരുത്. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കുന്നതിന് പ്രയോജനകരമാവുന്ന കാര്യങ്ങളാണ്. വേണ്ട രീതിയിൽ പ്രവർത്തിക്കുക. അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹത്താൽ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും രക്ഷപ്പെടാനും സാധിക്കുന്നതാണ്. ഈ പറഞ്ഞിരിക്കുന്ന 5 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ വലിയ നേട്ടങ്ങൾ വന്നു ചേരാൻ പോവുകയാണ്. ഈ ഒരു മണ്ഡലമാസം പൂർത്തിയാകുന്നതിന് മുൻപ് നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതും സ്വപ്നം കണ്ടതും ഒക്കെ തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരും. പുതിയൊരു തൊഴിലിന് വേണ്ടി ആഗ്രഹിക്കുന്നതാണെങ്കിലും, അതുപോലെ ഒരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വിദേശ രാജ്യത്ത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തിയെ സ്വന്തമാക്കണം, അതായത് ഒരു വിവാഹ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വരെ എന്തുകൊണ്ടും അനുയോജ്യകരമായിട്ടുള്ള സമയമാണ്. വേണ്ട രീതിയിൽ പ്രയത്നിക്കൂ, ജീവിതം രക്ഷപ്പെടുമെന്ന കാര്യം തീർച്ചയാണ്. എല്ലാവരും സ്വാമിയേ ശരണം അയ്യപ്പ എന്നൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ മണ്ഡലകാലം നിങ്ങളുടെ ജീവിതത്തിൽ സ്വപ്നതുല്യമായ കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശിവോഹം.